സ്വർണ്ണക്കൊള്ളയ്ക്കൊപ്പം പാരഡി ഗാനത്തിനെതിരായ കേസും സർക്കാരിനെതിരെ ആയുധമാക്കാൻ UDF. ഗാനത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് രാഷ്ട്രീയ നിയമ പിന്തുണയുമായി UDF നേതാക്കൾ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊപ്പം എന്ന സർക്കാർ നിലപാട് കാപട്യമെന്നും പ്രതിപക്ഷം. പാരഡി ഗാനത്തിനെതിരെ തിടുക്കപ്പെട്ട് കേസെടുത്തത് തിരിച്ചടിയായെന്ന വിലയിരുത്തലിലാണ് CPM-ലെയും LDF-ലെയും ഒരു വിഭാഗം. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയായെന്നാണ് CPI അടക്കമുള്ള LDF ഘടകകക്ഷികളുടെ വിലയിരുത്തൽ. അതിനിടെയാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പാരഡി ഗാനത്തിനെതിരെ സർക്കാർ തിടുക്കപ്പെട്ട് കേസെടുത്തത്. പിന്നാലെ സ്വർണ്ണക്കൊള്ളയ്ക്കൊപ്പം കേസും പ്രതിപക്ഷം സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ്. പാരഡി ഗാനത്തെ പോലും സർക്കാർ ഭയക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം. ഇത് കേരളത്തിന് അപമാനകരമായ കാര്യമാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഇത് ഞങ്ങൾ പരിഹാസത്തോടെ നോക്കിക്കാണുന്നു. ആ പാട്ട് എഴുതിയ ആളെയും അതിന് മ്യൂസിക് കൊടുത്ത ആളെയും അത് പാടിയ ആളെയും എല്ലാം ഐക്യ ജനാധിപത്യ മുന്നണി നിയമപരമായും രാഷ്ട്രീയമായും സംരക്ഷിക്കും. KC വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഗാനത്തിന്റെ അണിയറ പ്രവർത്തകരെ ഫോണിൽ വിളിച്ച് പിന്തുണ അറിയിച്ചു. അതിന് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കേരള സമൂഹം നിങ്ങളുടെ ഒപ്പമുണ്ട്, ഞങ്ങളെല്ലാം നിങ്ങളുടെ ഒപ്പമുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായ സർക്കാർ കടന്നുകയറ്റമെന്ന ആരോപണമുയർത്തി IFFK വേദിയിൽ ചാണ്ടി ഉമ്മന്റെ പ്രതിഷേധം. സ്വർണം ചെമ്പായി മാറ്റിയേ, അത് മതി, അത്ര കേട്ടാൽ മതിയല്ലോ. ഞാൻ പ്രതിഷേധിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതിന് പേരിൽ കേസെടുത്തോട്ടെ. കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിലും ഗാനം സജീവമായി പ്രചരിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ കേസിൽ സർക്കാരിന് പ്രത്യേക താല്പര്യമില്ലെന്നും വിശ്വാസ സമൂഹത്തിന്റെ ആശങ്കകൾക്കൊപ്പം നിൽക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് CPM നിലപാട്. എനിക്കറിയില്ല, അത് നിയമപരമാണ്. പാർട്ടി ഒരു നിലപാടൊന്നും അത് സംബന്ധിച്ച് എടുത്തിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിട്ടില്ല. പാരഡിപ്പാട്ടിൽ കേസെടുത്തത് ശരിയായില്ലെന്ന പക്ഷമുള്ളവർ പാർട്ടിയിലും മുന്നണിയിലുമുണ്ട്. കേസിലൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയമടക്കമുള്ള സമകാലിക വിവാദങ്ങളിൽ നിന്ന് ചർച്ച വഴിതിരിച്ചുവിടാമെന്ന CPM കണക്കുകൂട്ടലാണ് UDF നീക്കത്തിലൂടെ പാളിയത്. മീഡിയ 1 തിരുവനന്തപുരം.